എന്തുകൊണ്ടാണ് ഒരേ വിലയിലുള്ള രണ്ട് ആൻഡ്രോയിഡ് ഫോണുകൾക്ക് രണ്ടു തരം പെർഫോമൻസ് വരുന്നത്? എന്തുകൊണ്ടാണ് ചില ഫോണുകളിൽ ഗെയിം കളിക്കുമ്പോൾ തീ പോലെ ചൂടാകുന്നത്? ഒരു ഫോണിൻ്റെ ക്യാമറ മാജിക്കിന് പിന്നിലെ യഥാർത്ഥ രഹസ്യം എന്താണ്? ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം പലപ്പോഴും ഒരൊറ്റ വാക്കിലൊതുങ്ങും: സ്നാപ്ഡ്രാഗൺ. എന്നാൽ ഈ പേര് കേവലം ഒരു ബ്രാൻഡ് മാത്രമല്ല, അത് മൊബൈൽ ലോകത്ത് രൂപപ്പെടുത്തിയ ഒരു പതിറ്റാണ്ടിൻ്റെ ചരിത്രമാണ്. ആപ്പിളിനോട് നേർക്കുനേർ പൊരുതാനുള്ള ശ്രമങ്ങളും സ്വന്തം പിഴവുകൾ കാരണം എതിരാളികൾക്ക് മുന്നിൽ തലകുനിക്കേണ്ടി വന്ന നിമിഷങ്ങളും സാങ്കേതിക വിദ്യയുടെയും ബിസിനസ്സിൻ്റെയും കാര്യത്തിൽ നടത്തിയ ശക്തമായ തിരിച്ചുവരവ് നിറഞ്ഞ ഒരു സംഭവ ബഹുലമായ കഥ. ആ കഥയാണ് നമ്മളിവിടെ ചുരുളഴിക്കാനായിട്ട് പോകുന്നത്. നമ്മളൊരു സ്മാർട്ട് ഫോൺ എടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ വെറുതെ സ്ക്രോൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വലിയൊരു ഗെയിം കളിക്കുമ്പോൾ, അതും അല്ലെങ്കിൽ ഹൈ റെസൊല്യൂഷനിൽ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ, ഈ ചെറിയ ഗ്ലാസിൻ്റെയും മെറ്റലിൻ്റെയും കഷ്ണത്തിനുള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കാറില്ല, അല്ലേ? പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നിൽ നമ്മുടെ കണ്ണിൽ പെടാതെ ഒളിഞ്ഞിരിക്കുന്ന ഒരൊറ്റ സിലിക്കൺ കഷ്ണമുണ്ട്. നമ്മുടെ ഫോൺ എത്രത്തോളം ശക്തമായിരിക്കും, അതിൻ്റെ ബാറ്ററി എത്ര നേരം നിൽക്കും, അതിൻ്റെ കണക്ടിവിറ്റി എങ്ങനെയായിരിക്കും എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരൊറ്റ കഷ്ണമാണ്. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഒന്നിൻ്റെ പേരാണ് സ്നാപ്ഡ്രാഗൺ. ഇതൊരു ലാപ്ടോപ്പിൽ കാണുന്ന ഇൻ്റൽ കോർ ചിപ്പ് പോലെയല്ല, അതിനേക്കാൾ എത്രയോ സങ്കീർണമായൊരു കാര്യമാണ്. എഞ്ചിനീയർമാർ ഇതിനെ സിസ്റ്റം ഓൺ ചിപ്പ് അഥവാ SoC എന്ന് വിളിക്കും. അതായത് ഒരു കമ്പ്യൂട്ടറിൻ്റെ മുഴുവൻ മദർ ബോർഡും കൂടി ഒരു നഖത്തിൻ്റെ വലിപ്പത്തിലേക്ക് ചുരുക്കി വെച്ചതുപോലെ. അതിനകത്ത് ഫോണിൻ്റെ തലച്ചോറ് മാത്രമല്ല ഉള്ളത്. ചിത്രങ്ങൾ വരയ്ക്കുന്ന ഗ്രാഫിക്സ് പ്രോസസ്സർ, നമ്മളെ 4G 5G നെറ്റ്വർക്കുകളുമായിട്ട് ബന്ധിപ്പിക്കുന്ന മോഡം, ക്യാമറ സെൻസർ കാണുന്നത് എന്താണ് എന്ന് തിരിച്ചറിയുന്ന ഇമേജ് സിഗ്നൽ പ്രോസസ്സർ, എന്തിനേറെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും സെക്യൂരിറ്റിക്കും വേണ്ടിയുള്ള പ്രത്യേക പ്രോസസ്സറുകൾ വരെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഒന്നിച്ചു ചേർത്തുകൊണ്ടാണ് ഇന്നത്തെ സ്മാർട്ട് ഫോണുകൾ നമുക്ക് സാധ്യമായത്. സ്നാപ്ഡ്രാഗൻ്റെ കഥ തുടങ്ങുന്നത് 2007-ലാണ്. അന്ന് ക്വാൽകോം എന്ന കമ്പനി മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെ പിന്നിലെ CDMA 3G പോലെയുള്ള ടെക്നോളജികൾ കണ്ടുപിടിച്ച് പേരെടുത്തൊരു സ്ഥാപനമായിരുന്നു. ആ വർഷമാണ് അവർ തങ്ങളുടെ പുതിയ പ്ലാറ്റ്ഫോം പ്രഖ്യാപിക്കുന്നത്. 2009 ആയപ്പോഴേക്കും ലോകം ആദ്യത്തെ സ്നാപ്ഡ്രാഗൺ ഫോൺ കണ്ടു, തോഷിബ TG01. സത്യം പറഞ്ഞാൽ അതൊരു വലിയ വിജയമൊന്നും ആയില്ല. പക്ഷേ അതിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. 1 GHz വേഗതയിൽ പ്രവർത്തിക്കുന്ന പ്രോസസ്സറുള്ള ആദ്യത്തെ സ്മാർട്ട് ഫോൺ അതായിരുന്നു. ഒന്ന് ഓർക്കണം, അന്നത്തെ കാലത്ത് GHz എന്ന വാക്ക് നമ്മൾ കേൾക്കുന്നത് ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടറുകളെ കുറിച്ചാണ്. അല്ലാതെ പോക്കറ്റിലിടുന്ന ഫോണുകളിൽ അത്രയും പവറുള്ളൊരു പ്രോസസ്സർ ഇല്ല. ആ ഒരൊറ്റ കുതിച്ചാട്ടം ആളുകളെ ഒരു കാര്യം ഓർപ്പിച്ചു: എന്തെങ്കിലും ഒരു നാൾ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് കമ്പ്യൂട്ടറിന് പകരം സ്മാർട്ട് ഫോണുകൾ മതിയാകും. അപ്പോൾ എന്തായിരുന്നു ക്വാൽകോമിൻ്റെ ഐഡിയ? അതൊരു കിടിലൻ പ്ലാനായിരുന്നു. ഫോണിനുള്ളിലെ പ്രോസസ്സറിനെ വെറും ഒരു ചിപ്പായി കാണാതെ ഒരുപാട് ഘടകങ്ങളെ ഒന്നിപ്പിച്ച് ഒരൊറ്റ സിസ്റ്റമാക്കി മാറ്റുക. അതിൻ്റെ ഹൃദയഭാഗത്ത് CPU അഥവാ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നും ആപ്പുകളിൽ നിന്നും വരുന്ന നിർദ്ദേശങ്ങളെ കൈകാര്യം ചെയ്യുന്ന തലച്ചോർ. ആദ്യകാലങ്ങളിൽ ക്വാൽകോം സ്കോർപിയോൺ എന്ന പേരിൽ സ്വന്തമായി ഡിസൈൻ ചെയ്ത CPU കോറുകളാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അവർ ARM അഥവാ ARM ആർക്കിടെക്ചറിലേക്ക് മാറി. അതിനെ അവർ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി ക്രെയോ എന്ന പേരിൽ പുറത്തിറക്കി. ഈ അടുത്ത കാലത്ത് ന്യൂവിയ എന്നൊരു സ്റ്റാർട്ടപ്പിനെ ഏറ്റെടുത്തതിന് ശേഷം ക്വാൽകോം ഒറയോൺ എന്ന പേരിൽ ഒരു പുതിയ കസ്റ്റം കോർ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. കാരണം സ്വന്തമായി CPU കോറുകൾ ഡിസൈൻ ചെയ്യുന്ന ആപ്പിളിൻ്റെ അതേ നിലവാരത്തിലേക്ക് ക്വാൽകോം എത്തുകയായിരുന്നു. ഈ ക്വാൽകോം എന്ന് പറയുന്നതാണ് സ്നാപ്ഡ്രാഗൻ്റെ പിന്നിലുള്ള കമ്പനി കേട്ടോ. അടുത്തത് GPU ആണ്, അതായത് ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ്. CPU തലച്ചോറാണെങ്കിൽ GPU ഒരു കലാകാരനാണ്. നമ്മൾ സ്ക്രീനിൽ കാണുന്ന മെനു മുതൽ 3D ഗെയിമിലെ സങ്കീർണമായ ഗ്രാഫിക്സ് വരെ വരയ്ക്കുന്നത് ഈ ഒരു കലാകാരനാണ്. ക്വാൽകോമിൻ്റെ GPUവിൻ്റെ പേര് അഡ്രിനോ എന്നാണ്. അവിടെ ഒരു രസകരമായൊരു ചരിത്രമുണ്ട്. 2009 ഗെയിമിംഗ് PCകളിൽ ഉപയോഗിക്കുന്ന റേഡിയോൺ ഗ്രാഫിക്സ് കാർഡുകൾ നിർമ്മിക്കുന്ന AMDയുടെ കയ്യിലുണ്ടായിരുന്ന ATI എന്ന കമ്പനിയുടെ മൊബൈൽ ഗ്രാഫിക്സ് വിഭാഗത്തെ ക്വാൽകോം അങ്ങ് വാങ്ങി. എന്നിട്ട് റേഡിയോൺ എന്ന പേരിലെ അക്ഷരങ്ങൾ തിരിച്ചിട്ടവർ അഡ്രിനോ എന്നൊരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്തു. ഇടുവല്ലേ? വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സാംസങ്ങിൻ്റെ എക്സിനോസ് ഗ്രാഫിക്സിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ആപ്പിളിൻ്റെ GPUവുമായി നേർക്കുനേർ മത്സരിക്കുന്ന ഒന്നായി അഡ്രിനോ മാറി. പല ഗെയിമർമാർക്കും ആൻഡ്രോയിഡ് ഗെയിമിങ്ങിന് സ്നാപ്ഡ്രാഗൺ ഫോണുകൾ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം ഈ അഡ്രിനോ ആയിരുന്നു. ഇനിയാണ് നമുക്ക് ക്വാൽകോമിൻ്റെ സ്വന്തം തട്ടകമായ മോഡത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത്. റേഡിയോ സിഗ്നലുകളെ ഡിജിറ്റൽ ഡാറ്റയാക്കി മാറ്റി നമ്മുടെ ഫോണിനെ മൊബൈൽ ടവറുകളുമായി സംസാരിപ്പിക്കുന്ന ഒരു ഘടകമാണിത്. പതിറ്റാണ്ടുകളായിട്ട് ഈ സാങ്കേതിക വിദ്യയിൽ ക്വാൽകോമിന് വെല്ലാൻ ആരും ഉണ്ടായിരുന്നില്ല. സ്വന്തം ഫോണിനുള്ളിലെ ഒട്ടുമിക്ക കാര്യങ്ങളും സ്വയം ഡിസൈൻ ചെയ്യുന്ന ആപ്പിളിന് പോലും ഇതുണ്ടായിരുന്നില്ല. അതിന് പകരം അവർ നല്ല കണക്ടിവിറ്റിക്ക് വേണ്ടി വർഷങ്ങളോളം ക്വാൽകോമിൻ്റെ മോഡലുകളെയാണ് വാങ്ങിച്ചു വെച്ചിരുന്നത്. X50, X60, X70, ഏറ്റവും പുതിയ X75 എന്നിങ്ങനെയാണ് സ്നാപ്ഡ്രാഗൺ മോഡലുകളുടെ പേരുകൾ. ഓരോ പുതിയ തലമുറയും കൂടുതൽ വേഗതയും മികച്ച കണക്ടിവിറ്റി നൽകുന്നുണ്ട്.
അടുത്തത് ISP അഥവാ ഇമേജ് സിഗ്നൽ പ്രോസസ്സർ. സ്നാപ്ഡ്രാഗൺ ചിപ്പുകളിൽ ഇതിൻ്റെ പേര് സ്പെക്ട്ര എന്നാണ്. ഇതൊരു ഫോട്ടോഗ്രാഫറുടെ കണ്ണാണ്. നമ്മൾ ക്യാമറ ഷട്ടർ അമർത്തുമ്പോൾ സെൻസർ പിടിച്ചെടുക്കുന്നത് കുറേ ഇലക്ട്രിക്കൽ സിഗ്നലുകൾ മാത്രമാണ്. ആ സിഗ്നലുകളെ നോയ്സ് കുറച്ച് നിറങ്ങളൊക്കെ ക്രമീകരിച്ച് എക്സ്പോഷർ ശരിയാക്കി HDR വേണ്ടി പല ഫ്രെയിമുകളും ഒന്നിച്ചു ചേർത്ത് ഒരു യഥാർത്ഥ ഫോട്ടോയോ വീഡിയോ ആക്കി മാറ്റുന്നത് ഈ ISP ആണ്. ഈ ഒരു പ്രോസസ്സർ ഇല്ലായിരുന്നുവെങ്കിൽ സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫി ഇന്നത്തെ ഒരു നിലവാരത്തിലേക്ക് ഒരിക്കലും എത്തുമായിരുന്നില്ല. ഇനി അടുത്തതാണ് DSP അഥവാ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സർ. ക്വാൽകോം ഇതിനെ ഹെക്സഗൺ പ്രോസസ്സർ എന്നാണ് വിളിക്കുന്നത്. ഇതൊരു കാര്യക്ഷമതയുള്ള സഹായിയെ പോലെയാണ്. ബാറ്ററി തീർക്കാതെ ഹേയ് ഗൂഗിൾ എന്ന് കേൾക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്നത് ഈ ഒരു ഹെക്സഗൺ പ്രോസസ്സർ കാരണമാണ്. ഈ അടുത്ത കാലത്ത് DSP ക്വാൽകോമിൻ്റെ AI എഞ്ചിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. CPU-നും GPU-നും ഒപ്പം മെഷീൻ ലേണിംഗ് ടാസ്കുകൾ വേഗത്തിലാക്കാൻ ഇത് സഹായിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഞാൻ എളുപ്പത്തിൽ മനസ്സിലാക്കി തരാം. ഒരു പോർട്രേറ്റ് മോഡിൽ ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവുന്നതും അത് ലൈവായിട്ടൊരു ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതുമെല്ലാം ഈ AI എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ ഹാർഡ്വെയറുകളെല്ലാം മെമ്മറി, സ്റ്റോറേജ്, നാവിഗേഷൻ, ബ്ലൂടൂത്ത്, വൈഫൈ, സെക്യൂരിറ്റി സിസ്റ്റം എന്നിവയുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഫിംഗർ പ്രിൻറ്റ്, പേയ്മെൻറ്റ് വിവരങ്ങൾ പോലെയുള്ള സെൻസിറ്റീവായ ഡാറ്റയെ സിസ്റ്റത്തിലെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഒറ്റപ്പെടുത്തി സംരക്ഷിക്കാൻ ഒരു സെക്യൂർ പ്രോസസ്സിംഗ് യൂണിറ്റും ഇതിൻ്റെ ഉള്ളിലുണ്ട്. സ്നാപ്ഡ്രാഗണിൻ്റെ വളർച്ച വളരെ ഡ്രമാറ്റിക്കാണ്. 2009 ശേഷം ക്വാൽകോം ആൻഡ്രോയിഡ് ലോകത്ത് അതിവേഗം ആധിപത്യം സ്ഥാപിച്ചു. പക്ഷേ 2015 ഒരു ദുരന്തം ഉണ്ടായി. സ്നാപ്ഡ്രാഗൺ 810 എന്ന ചിപ്പ് അമിതമായി ചൂടാവുന്നതിൻ്റെ പേരിൽ കുപ്രസിദ്ധിയായി. HTC One M9, സോണി Xperia Z3+ പോലെയുള്ള ഫോണുകൾ അസഹനീയമായി ചൂടാവുകയും ഫോൺ സ്വയം നശിക്കാതിരിക്കാൻ പെർഫോമൻസ് കുറയ്ക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. ഈ ഒരൊറ്റ സംഭവം ക്വാൽകോമിൻ്റെ സൽപ്പേരിന് കളങ്കം ഉണ്ടാക്കി. സാംസങ്ങും MediaTek പലെയുള്ള എതിരാളികൾക്ക് മുന്നേറാൻ അതൊരു അവസരമായി. പക്ഷേ ചരിത്രം ആവർത്തിച്ചു. 2021 2022 പുറത്തിറങ്ങിയ സ്നാപ്ഡ്രാഗൺ 888, 8 Gen 1 എന്നീ ചിപ്പുകൾ നിർമ്മിച്ചത് സാംസങ് ഫൗണ്ടറി ആയിരുന്നു. ഗെയിം കളിക്കുമ്പോഴും മറ്റ് വലിയ ജോലികൾ ചെയ്യുമ്പോഴും ഈ ചിപ്പുകൾ വല്ലാതെ ചൂടാകുന്നതായി പരാതി വന്നു. ഫോണുകൾ പെട്ടെന്ന് വേഗത കുറയ്ക്കുന്നത് ഉപഭോക്താക്കളെ നിരാശരാക്കി. അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന ചിപ്പിലൂടെ ക്വാൽകോം മറ്റൊരു നിർണായക തീരുമാനം എടുക്കാൻ തുടങ്ങി. അവർ തങ്ങളുടെ ചിപ്പിൻ്റെ നിർമ്മാണം സാംസങ്ങിൽ നിന്ന് തായ്വാനിലെ TSMCയിലേക്ക് മാറ്റി. പെട്ടെന്ന് അതേ ചിപ്പ് ഡിസൈൻ വളരെ കുറഞ്ഞ ചൂടിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയായിരുന്നു. വൈദ്യുതി ഉപയോഗം ഗണ്യമായി കുറഞ്ഞു. ബാറ്ററി ലൈഫ് 30% വരെ മെച്ചപ്പെട്ടു. അതോടെ സ്നാപ്ഡ്രാഗൺ ബ്രാൻഡിന് അതിൻ്റെ വിശ്വാസ്യത വീണ്ടും തിരിച്ചു കിട്ടി. അതിനുശേഷം വന്ന 8 Gen 2, 8 Gen 3 എന്നീ ചിപ്പുകൾ ആൻഡ്രോയിഡ് ലോകത്തെ ഏറ്റവും മികച്ച ചിപ്പുകളായിട്ട് ഇന്നും കണക്കാക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം, പെർഫോമൻസ് എന്നത് ചിപ്പിനെ മാത്രം ആശ്രയിച്ചുള്ളൊരു കാര്യമല്ല. ഫോൺ നിർമ്മാതാക്കൾ എങ്ങനെയാണ് തങ്ങളുടെ ഡിവൈസുകൾ നിർമ്മിച്ച് ഒപ്റ്റിമൈസ് ചെയ്യുന്നത് എന്നതിനെയും ആശ്രയിച്ചിരിക്കും. വലിയൊരു കൂളിംഗ് സിസ്റ്റമുള്ള ഒരു ഗെയിമിംഗ് ഫോണിലെ സ്നാപ്ഡ്രാഗൺ ചിപ്പ് മണിക്കൂറുകളോളം ഹൈ പെർഫോമൻസും സ്പീഡും ആയിരിക്കും. എന്നാൽ അതേ ചിപ്പ് ചൂട് പുറത്തു പോകാൻ സ്ഥലമില്ലാത്തൊരു കുറഞ്ഞ ഫോണിലാണെങ്കിൽ വളരെ പെട്ടെന്ന് അത് അതിൻ്റെ വേഗത കുറയ്ക്കും. ഇതുകൊണ്ടാണ് ബെഞ്ച് സ്കോറുകളിൽ വ്യത്യാസം ഉണ്ടാകുന്നത്. കണക്ടിവിറ്റിയുടെ കാര്യത്തിലും ഓരോ രാജ്യത്തും ഓരോ കഥയുണ്ട്. അമേരിക്കയിലും ജപ്പാനിലും Wave 5G ആണ് ഉപയോഗിക്കുന്നത്. ഇത് സ്റ്റേഡിയങ്ങൾ പോലെ ആളുകൾ കൂടുന്ന വലിയ സ്ഥലങ്ങളിൽ പോലും അതിവേഗ ഇൻ്റർനെറ്റ് നൽകുന്നുണ്ട്. യൂറോപ്പിലും നമ്മുടെ ഇന്ത്യയിലും പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് N78 എന്ന sub-6 GHz ബാൻഡാണ്. ഇന്ത്യയിലെ 5G ഫോണുകൾ ഭൂരിഭാഗവും ക്വാൽകോം അല്ലെങ്കിൽ MediaTek ചിപ്പുകളെ ആശ്രയിക്കാനുള്ള കാരണം ഈ ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്ത്യക്ക് മാത്രമായി മറ്റൊരു പ്രത്യേകതയുണ്ട്. അമേരിക്കയുടെ GPS-ന് പകരം ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത നാവിഗേഷൻ സിസ്റ്റമായ നാവിഗില്ലേ, ഇത് ക്വാൽകോം തങ്ങളുടെ ചിപ്പുകൾക്കകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സപ്പോർട്ടാവും. 2025 മുതൽ എല്ലാ പുതിയ ഫോണുകളിലും നാവിക് നിർബന്ധമാക്കുമ്പോൾ ഇന്ത്യയുടെ ഈ ഒരു സെൽഫ് സഫിഷ്യൻസിക്ക് കരുത്തു പകരുന്നതാണ് സ്നാപ്ഡ്രാഗൺ ചിപ്പുകളിലെ ഈ മാറ്റം. ഇനി നമുക്ക് ചില കിംവദന്തികളുടെ സത്യാവസ്ഥ പരിശോധിക്കാം. 1. ക്വാൽകോം ചിപ്പുകൾ എപ്പോഴും ചൂടാകും. അത് പൂർണ്ണമായും ശരിയായ കാര്യമല്ല. സ്നാപ്ഡ്രാഗൺ 810, 8 Gen 1 എന്നിവയ്ക്ക് യഥാർത്ഥത്തിൽ ടെമ്പറേച്ചർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എന്നാൽ TSMC നിർമ്മിച്ച 8 Gen 1, 8 Gen 2 പോലെയുള്ള ചിപ്പുകൾ വളരെ കാര്യക്ഷമമാണെന്ന് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിപ്പിൻ്റെ ഡിസൈൻ പോലെ തന്നെ പ്രധാനമാണ് അതെവിടെ നിർമ്മിക്കുന്നു എന്നുള്ളത്. രണ്ടാമത്തേത്, ക്വാൽകോം ബെഞ്ച് മാർക്കുകളിൽ കൃത്രിമം കാണിക്കുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ കുഴപ്പക്കാർ ഫോൺ നിർമ്മാതാക്കളായിരുന്നു. സാംസങ്ങും വൺപ്ലസും ചില ആപ്പുകളുടെ പ്രകടനം പരിമിതപ്പെടുത്തിയതായിട്ട് പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ക്വാൽകോമിൻ്റെ തീരുമാനം അല്ലല്ലോ. മൂന്നാമത്തേത്, ക്വാൽകോം പഴയ ഫോണുകളെ മനഃപൂർവ്വം സ്ലോ ആക്കുന്നു എന്നുള്ളതാണ്. ഇതിനും അവരുടെ ഭാഗത്ത് നിന്ന് തെളിവുകളില്ല. പഴയ ഫോണുകളിൽ വേഗത കുറയുന്നത് ബാറ്ററിയുടെ പഴക്കം കൊണ്ടും ആപ്പുകൾക്ക് കൂടുതൽ പവർ ആവശ്യമായി വരുന്നതും കൊണ്ടാണ്. ചില ഗൂഢാലോചന സിദ്ധാന്തങ്ങളുണ്ട് കേട്ടോ. ക്വാൽകോം ഒരു US കമ്പനി ആയതുകൊണ്ട് ചാര സംഘടനകൾക്ക് വേണ്ടി ചിപ്പുകൾ പിൻവാതിലുകളിലൂടെ നിർമ്മിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനൊന്നും തെളിവില്ല. ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട സ്നാപ്ഡ്രാഗൺ എതിരാളികളെ ഒന്ന് പരിചയപ്പെടാം.
ഒന്നാമത്തേത് ആപ്പിളിൻ്റെ എ സീരീസ് ബയോണിക് ചിപ്പുകളാണ്. സത്യം പറഞ്ഞാൽ മൊബൈൽ പ്രോസസ്സർ ലോകത്തെ യഥാർത്ഥ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുന്നത് ആപ്പിളാണ്. ഓരോ വർഷവും പുതിയ ഐഫോൺ ഇറങ്ങുമ്പോൾ അതിലെ എ സീരീസ് ചിപ്പ് സ്നാപ്ഡ്രാഗണിന് മുന്നിൽ ഒരു പുതിയ വെല്ലുവിളി ഉയർത്തും. ഒരു ആപ്പ് തുറക്കുക, വെബ് പേജ് ലോഡ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിൽ ആപ്പിളിൻ്റെ ചിപ്പുകൾ പൊതുവെ സ്നാപ്ഡ്രാഗണിനേക്കാൾ വേഗത കാണിക്കാറുണ്ട്. കാരണം സിമ്പിളാണ്, ആപ്പിൾ സ്വന്തം ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒരുമിച്ചാണ് നിർമ്മിക്കുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള ഒപ്റ്റിമൈസേഷൻ ഉണ്ടല്ലോ, അത് മറ്റാർക്കും കിട്ടാത്തൊരു മുൻതൂക്കം അവർക്ക് നൽകുന്നുണ്ട്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ ഉണ്ടാക്കി മറ്റ് ആൻഡ്രോയിഡ് കമ്പനികൾക്ക് വിൽക്കുകയല്ലേ ചെയ്യുന്നത്. രണ്ടാമത്തേത് മീഡിയടെക് ഡയമൻസിറ്റി എന്ന് പറയുന്ന കമ്പനിയാണ്. ഒരു കാലത്ത് വില കുറഞ്ഞ ചൈനീസ് ചിപ്പ് എന്ന് പറഞ്ഞ് പലരും കളിയാക്കിയിരുന്നൊരു ബ്രാൻഡായിരുന്നു മീഡിയടെക്. എന്നാൽ ഡയമൻസിറ്റി 9000 സീരീസ് വന്നതോടെ സീനാകെ മാറി. പ്രീമിയം ഫോൺ വിപണിയിൽ സ്നാപ്ഡ്രാഗൺ ഒരു യഥാർത്ഥ എതിരാളി വരികയുണ്ടായി. പലപ്പോഴും സ്നാപ്ഡ്രാഗണിനേക്കാൾ കുറഞ്ഞ വിലയും ഒപ്പത്തിനൊപ്പമുള്ള പ്രകടനവും നൽകാൻ മീഡിയടെക്കിന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ OnePlus, വിവോ, ഷവോമി പോലെയുള്ള ബ്രാൻഡുകൾ തങ്ങളുടെ ചില മുൻനിര ഫോണുകളിൽ ഇപ്പോൾ മീഡിയടെക് ചിപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. മൂന്നാമത്തേത് സാംസങ്ങിൻ്റെ എക്സിനോസ് ആണ്. സ്വന്തം വീട്ടിലെ പോരാട്ടം. സാംസങ് ലോകത്തിലെ ഏറ്റവും വലിയ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളിൽ ഒന്നാണ്. അവർക്ക് സ്വന്തമായി എക്സിനോസ് എന്ന പേരിൽ ചിപ്പുകളുണ്ട്. എന്നിട്ടും സ്വന്തം മുൻനിര ഫോണുകളിൽ പോലും ചില രാജ്യങ്ങളിൽ അവർ സ്നാപ്ഡ്രാഗൺ ചിപ്പുകളാണ് ഉപയോഗിക്കുന്നത്. എസ് സീരീസിൽ വരുന്ന അൾട്രാ മൊബൈലുകളിൽ ചിലത് നോക്കിക്കഴിഞ്ഞാൽ ചിലതിന് എക്സിനോസ് ആണെന്ന് കാണാം, ചിലതിന് സ്നാപ്ഡ്രാഗൺ ആണെന്ന് കാണാം. കാരണം വർഷങ്ങളായിട്ട് എക്സിനോസ് വെർഷനുകൾക്ക് ചൂടും ബാറ്ററി പ്രശ്നവും കൂടുതലാണ് എന്ന പരാതി വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ AMDയുമായിട്ട് ചേർന്നവർ ഇപ്പോൾ ശക്തമായ തിരിച്ചുവരവിന് ശ്രമിക്കുന്നുണ്ട്. ഇവർക്ക് പുറമെ ഗൂഗിളിൻ്റെ ടെൻസൻ ചിപ്പുകൾ AI കഴിവുകൾക്ക് പ്രാധാന്യം നൽകാറുണ്ട്. ഉപരോധങ്ങൾക്കിടയിലും ചൈനയുടെ വാവെ സ്വന്തമായി കിരിൻ ചിപ്പ് നിർമ്മിച്ച് ലോകത്തെ ഞെട്ടിച്ചു. ഇനി സ്നാപ്ഡ്രാഗണിൻ്റെ ശ്രദ്ധ ഫോണുകളിൽ മാത്രമല്ല. 2024 അവർ ലാപ്ടോപ്പുകൾക്കായി സ്നാപ്ഡ്രാഗൺ X8 എന്ന പ്രോസസ്സർ പുറത്തിറക്കി. ഇതിൻ്റെ മികച്ച ബാറ്ററി ലൈഫും പെർഫോമൻസും വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട്. കാറുകളിലെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റങ്ങളിലും VR, AR ഹെഡ്സെറ്റുകളിലും സ്നാപ്ഡ്രാഗൺ ഇപ്പോൾ ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഒരു ഫോൺ വാങ്ങാൻ പോകുന്ന സാധാരണക്കാരായ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ചിപ്പിൻ്റെ പേര് മാത്രം നോക്കരുത്, അത് ഏത് തലമുറ, ഏത് ജനറേഷനാണെന്ന് നോക്കുക. TSMC നിർമ്മിച്ച 8+ Gen 1, 8 Gen 2, 8 Gen 3 എന്നിവ മികച്ച കാര്യക്ഷമത നൽകുന്ന ചിപ്പുകളാണ്. ഫോണിൻ്റെ കൂളിംഗ് സിസ്റ്റം എങ്ങനെയുണ്ടെന്ന് റിവ്യൂകൾ പരിശോധിക്കുക. ക്യാമറയുടെ പ്രകടനം, യഥാർത്ഥ ഫോട്ടോകൾ കണ്ട് വിലയിരുത്തുക. ഏറ്റവും പ്രധാനമായി എത്ര വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുക. ഭാവിയിലേക്ക് നോക്കുമ്പോൾ യുദ്ധം നടക്കുന്നത് ഓൺ ഡിവൈസ് ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തിൻ്റെ പേരിലായിരിക്കും. ക്വാൾകോം ഇപ്പോൾ നിർമ്മിക്കുന്നത് വലിയ AI മോഡലുകളെ ഫോണിൽ തന്നെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ചിപ്പുകളാണ്. ഉദാഹരണത്തിന് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം സ്നാപ്ഡ്രാഗൺ 8 Gen 5 പോലെയുള്ള ഭാവിയിലെ ചിപ്പുകൾ 3ാം തലമുറ റയോൺ CPU ഉപയോഗിച്ച് 20% വരെ ഹൈ സ്പീഡും പുതിയ അഡ്രിനോ GPU ഉപയോഗിച്ച് 23% വരെ ഗ്രാഫിക്സിൻ്റെ ഒരു അപ്പർ ഹാൻഡ് നൽകുന്നുണ്ട്. ഏറ്റവും പ്രധാനം, അതിൻ്റെ ഹെക്സഗൺ NPUവിന് 37% വരെ വേഗത കൂടുമെന്നാണ്. ഇത് ഫോണിൽ തന്നെ പ്രവർത്തിക്കുന്ന പേഴ്സണൽ AI അസിസ്റ്റൻറ്റുകളെ യാഥാർത്ഥ്യമാക്കും. ലാപ്ടോപ്പ് രംഗത്തും വിപ്ലവം വന്നിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ X2 Elite പോലെയുള്ള ചിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് കുറഞ്ഞ പവറിൽ നല്ല വേഗത, 75% വരെ വേഗതയിൽ പ്രവർത്തിക്കുന്ന CPUകൾ കണ്ടെത്തി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്. സോ ഇതിൻ്റെയൊക്കെ അർത്ഥം കുറഞ്ഞ പവറിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന അതിശക്തമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള ലാപ്ടോപ്പുകൾ സാധാരണമാകാൻ പോവുകയാണ്. പക്ഷേ സ്നാപ്ഡ്രാഗൺ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ടെക്നോളജി അല്ല, അത് ജിയോ പൊളിറ്റിക്സ് ആണ്. ക്വാൾകോം പ്രൊഡക്ഷന് വേണ്ടി തായ്വാനിലെ TSMC വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്ന ഏത് പ്രശ്നവും ആഗോള വിതരണ ശൃംഖലയെ ബാധിക്കാം. എങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സ്നാപ്ഡ്രാഗൺ ഉണ്ടാക്കിയ സ്വാധീനം നിഷേധിക്കാനാകില്ല. 15 വർഷത്തിലേറെയായി ഒട്ടുമിക്ക ആൻഡ്രോയിഡ് ഫോണുകളുടെയും പിന്നിലെ അദൃശ്യമായ എഞ്ചിൻ അതായിരുന്നു. അത് വിവാദങ്ങളെയും നിയമയുദ്ധങ്ങളെയും കടുത്ത മത്സരങ്ങളെയും അതിജീവിച്ചു. കുറ്റമറ്റൊന്നും അല്ല, പക്ഷേ ഒരു ഫോണിനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉപകരണം എന്നതിലുപരി ഒരു പോക്കറ്റ് കമ്പ്യൂട്ടറും ക്യാമറയും ഗെയിമിംഗ് കൺസോളും ഇപ്പോൾ ഒരു AI അസിസ്റ്റൻറ്റുമാക്കി മാറ്റിയതിൽ സ്നാപ്ഡ്രാഗണ് വലിയ പങ്കുണ്ട്. സോ നമ്മൾ ചിപ്പുകളെക്കുറിച്ച് മാത്രമല്ല സംസാരിച്ചത്, കോടിക്കണക്കിന് ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാണാൻ മറയാത്ത ശക്തിയെക്കുറിച്ചാണ്. സോ ഇത്തരത്തിലുള്ള ടെക്നോളജികൾ നമ്മുടെ ലോകത്തേക്ക് വരുന്നതും ഇത്തരം കമ്പനികൾ മത്സരിച്ച് പുതിയ സാങ്കേതികവിദ്യ കണ്ടെത്തുന്നതും നമ്മുടെ ലോകത്തെ മാറ്റിമറിക്കും. അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ, എന്തെങ്കിലും സൈഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.